ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. സുശീല ഠാക്ബോറെ ജി എന്ന ദളിത് റൈറ്ററിൻ്റെ ആത്മകഥ അംശ് ഷിക്കഞ്ചെ കാ ദർദ്, അതിൻ്റെ ലാസ്റ്റ് പാർട്ടാണിത്. അപ്പം നമ്മൾ കണ്ട് എങ്ങനെ അവരുടെ മദറിൻലോ മരണപ്പെട്ടപ്പോൾ പോലും ആ നാട്ടിലെ ആൾക്കാർ ഒന്ന് സഹതിപ്പിക്കാനോ അതിലൊന്ന് അവരുമായിട്ടൊന്ന് പങ്കുകൂടാനോ പോലും വന്നില്ല. അപ്പം നമ്മുടെ റൈറ്റർ സുശീല ഠാക്ബോറെ തീരുമാനിക്കും ആ പ്രദേശത്ത് ഇനിയും ജീവിക്കുന്നത് ശരിയല്ല. ധൂ ഹെ ഏസേ സമാജ് പർ, ഇങ്ങനത്തെ ഒരു സമൂഹം, മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാത്ത ഒരു സമൂഹം, അങ്ങനെ ഉള്ളവരുടെ അടുത്ത് കാർക്കിച്ച് തുപ്പാനാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പറഞ്ഞ് അവർ ആ സ്ഥലത്തു നിന്ന് അങ്ങ് വീട് മാറും. നയേ ഘർ മേ ആകർ मैं उस पुराने घर को याद करती थी. तब मन वितृष्णा से भर जाता था. कैसा था वह घर? ज़मीन से कभी चींटों के झुंड निकलते, कभी चींटियाँ पूरे घर में फैल जाती. ഞാൻ ആ പുതിയ വീട്ടിൽ വന്നു കഴിഞ്ഞ് ആ പഴയ വീടിനെ പറ്റി പല പ്രാവശ്യവും ഓർക്കും. और जब भी मैं उसे याद करती मेरा मन वितृष्णा से भर जाता था. എനിക്ക് ആ വീടിനെക്കുറിച്ച് ഓർക്കുമ്പം പല ഓർമ്മകളാണ്. ജമീൻ സേ കഭി ചീൻട്ടോं के झुंड निकलते, അവിടെ ഇവിടെ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന മതിലുകളായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഉറുമ്പുകൾ ഇങ്ങനെ വരും. കഭി ചീട്ടിയാ പൂരേ ഘർ മേ ഫേൽ ജാത്തി, പക്കേ ഹുവേ ചാവൽ റോട്ടിയോ മേ ചീട്ടിയാ ഭർ ജാത്തി. എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി വെച്ചാൽ ഒന്നും വെക്കാൻ നോക്കില്ല, ഉറുമ്പുകളുടെ ഒരു അതിപ്രസരമായിരുന്നു. മിട്ടി കി ചോടി ദീവാറോ മേ ചൂഹോ കെ ബിൽ ഥേ, അതുപോലെ എലിയുടെ വാസം ഉണ്ടായിരുന്നു. ആ ബിൽഡിംഗ് എല്ലാം ആകെ പൊട്ടിപ്പൊളിഞ്ഞായത് കാരണം ഇങ്ങനെ പൊനം ഉണ്ടായിരുന്നു, എലിക്ക് താമസിക്കാൻ പറ്റിയ ഹോൾസ് ഉണ്ടായിരുന്നു. दिन रात घर में और छत पर चूहे दौड़ते रहते. छत के ऊपर चूहों के लिए बिल्लियाँ दौड़ती. അതുപോലെ തട്ടുംപുറത്താണെങ്കിലോ എലീനെ പിടിക്കാൻ പൂച്ച, അങ്ങനെ ആകെക്കൂടെ ഒരു പ്രേതാലയം പോലത്തെ ഒരു സ്ഥലമായിരുന്നു. ऐसा मकान वह भी इतनी शर्तों पर एहसान करके दिया गया था. അങ്ങനത്തെ ഒരു പൊട്ടിപ്പൊളിഞ്ഞ വീട് ഇരട്ടി വാടകയ്ക്കാണ് നമ്മളവിടെ താമസിച്ചിരുന്നത്. എന്ന് മാത്രമല്ല, और कितनी सारी शर्तें, അവിടെ പോയിക്കൂടാ, ഇവിടെ പോയിക്കൂടാ, അവരെ മിണ്ടിക്കൂടാ, നെയ്ബേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൂടാ, നമ്മുടെ റിലേറ്റീവ്സ് ഇവിടെ വന്ന് നിന്നുകൂടാ, അങ്ങനെ പല പല പ്രശ്നങ്ങൾ സഹിച്ചിട്ടാണ് നമ്മൾ ആ ഒരു പൊട്ടിപ്പൊളിഞ്ഞ വീട്ടിൽ താമസിച്ചത്. വഹ ഭി ഉപേക്ഷ और अपमान के साथ. उन्हें ऐसा स्वभाव व्यवहार कहाँ से मिला? किसने सिखाए थे उन्हें ऐसे संस्कार? ഇങ്ങനത്തെ ഒരു കൾച്ചർ അവർക്ക് എവിടെ നിന്നാണ് വാസ്തവത്തിൽ കിട്ടിയത്? കിസ്നെ ബനായി സമാജ് കി ഏസി മനോവൃത്തി ആറ്റിറ്റ്യൂഡ്, ആരാണ് അവരുടെ ഈ സമൂഹത്തിന് ഇങ്ങനൊരു ആറ്റിറ്റ്യൂഡ് കൊടുത്തത്? ഒരു അയൽ വീട്ടിലൊരു മരണം നടന്നാൽ പോലും എത്തി നോക്കാത്തവർ അവർ മനുഷ്യരാണോ? കിസ്നെ ബനായെ ഥേ ഏസെ കായദേ കാനൂൻ നിയം രീതി പരമ്പരായെ. അപ്പം ഞാൻ ആലോചിച്ചു പോവാണ്, ആരാണ് ഇങ്ങനത്തെ, ഏത് ധർമ്മത്തിലാണ് വാസ്തവത്തിൽ, ഏത് മതവിഭാഗത്തിലാണ്, അല്ലെ ഏത് റിലീജിയനിലാണ് ഇങ്ങനത്തെ ഓരോ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? മറ്റൊരു മനുഷ്യനെ മനുഷ്യനായിട്ട് കാണരുത് എന്ന് ഏത് നിയമത്തിലാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്? ഹം ഇൻസാനോं की बस्ती में रहकर भी उनसे अलग रहने के लिए मजबूर किए गए. ഞങ്ങളും മനുഷ്യരാണ്, പക്ഷേ ആ മനുഷ്യരുടെ കൂട്ടത്തിൽ നമ്മൾ താമസിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. हिंदू धर्म में नरक की कल्पना की जाती है. लोग स्वर्ग और नरक की बात मानते हैं. इसका संबंध भाव, विचार और अनुभूतियों से है. ഹിന്ദു മത വിശ്വാസത്തിൽ പുനർജന്മം എന്നൊരു കാര്യമുണ്ട്. അപ്പോൾ അടുത്ത ജന്മത്തിൽ സ്വർഗമാണോ നരകമാണോ എന്നൊക്കെ നമ്മൾ ഒരു വിഭാവന ചെയ്തിട്ടുണ്ട്. उस पुराने घर के मोहल्ले में एक बनिया की किराने की दुकान से लोग सौदा लेते थे. मई 1980 के पहले की बात है. एक दिन उसकी दुकान नहीं खुली. അപ്പോൾ ഒരിക്കൽ ഞാൻ ആലോചിക്കുകയാണ്, എൻ്റെ മദറിൻലോ മരിക്കുന്നതിന് മുമ്പുള്ളൊരു കാര്യമാണ്, ഒരു സംഭവം ആലോചിച്ച് പോവാണേ. ഒരു ബനിയയുടെ ഒരു പലചരക്ക് കടയുണ്ടായിരുന്നു. ബനിയ എന്ന് പറയുമ്പോൾ ബനിയ എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് കാറ്റഗറിയിലുള്ള ഒരു വിഭാഗം ആൾക്കാരാണ്. അവർ കൂടുതലും ബിസിനസ്സിൽ ഏർപ്പെടുന്നവരാണ്. एक दिन उसकी दुकान नहीं खुली. पालतू बीमार कुत्ते की देखभाल करने के कारण दुकान नहीं खोली थी. അപ്പോൾ കട തുറക്കാതിരുന്നതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ എന്താണ്, അദ്ദേഹം വളർത്തിയിരുന്ന ഒരു നായ സുഖമില്ലാതായി. അപ്പം അതിനെ ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ് അയാൾ കട അടച്ച് ഇട്ടിരിക്കുന്നത്. दुकान के पीछे बनिया का घर था. कारण मालूम होने पर मोहल्ले के लोग कुत्ते का हाल चाल पूछने देखने बनिया के घर गए. मरनासन कुत्ते को देखकर हमें भी दुख हुआ था. लोगों ने बनिया से सहानुभूति जताते हुए कहा था,
एक दिन सबको स्वर्ग जाना है, दुनिया तो 4 दिन का मेला है, जब तक रहो हिल मिल कर रहो, बाद में यहाँ से क्या ले जाना है. അപ്പോൾ ഒരിക്കൽ ഈ ഒരു ബനിയാടെ കട തുറന്നില്ല. അന്വേഷിച്ചപ്പോൾ എന്താണ്, അയാൾ വളർത്തുന്ന നായ സുഖമില്ലാതായിരിക്കുകയാണ്, മരണാസന്ന അവസ്ഥയിലാണ്. അപ്പോൾ എല്ലാവരും വന്ന് ആ നായയെ കാണും. എല്ലാവരും വന്ന് സഹാനുഭൂതി ജത്താനെ ലഗ്തേ. സഹാനുഭൂതി എന്ന് വെച്ചാൽ ആശ്വസിപ്പിക്കുക അയാളെ. എന്നിട്ട് ചിലർ ഈ ഡയലോഗും പറഞ്ഞ് ഏക് ദിൻ സബ്കോ സ്വർഗ് ജാനാ ഹെ, ഒരു ദിവസം എല്ലാവർക്കും സ്വർഗത്തിൽ പോകണം. ദുനിയാ തോ 4 ദിൻ കാ മേല ഹെ, ജബ് തക് രഹോ ഹിൽ മിൽ കർ രഹോ. നമ്മൾ ഈ ഭൂമിയിൽ എത്ര ദിവസം താമസിക്കാനാണ്? ആ ഉള്ള 4 ദിവസം നല്ലപോലെ സന്തോഷത്തോടെ എല്ലാവരുമായിട്ടും ഇടപഴകി ജീവിക്കണം. ബാദ് മേ യഹാ സെ ക്യാ ലേ ജാനാ ഹെ, ഈ ഭൂമിയിൽ നിന്ന് നമ്മളൊന്നും തന്നെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ലല്ലോ. തബ് കിസി ने यह भी कहा था, बदी भूल कर नेकी करते रहना चाहिए. आप सबके साथ नेकी करते हैं, आपके पुण्य से आपका कुत्ता स्वर्ग जाएगा. അപ്പോൾ ആ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഒരാൾ ഇങ്ങനെയും പറയുന്നത് കേട്ടു, നമ്മൾ ജീവിച്ചിരിക്കുമ്പം നേക്കി കർണാ ചാഹിയെ. നേക്കി മീൻസ് നേക്ക് കാം, നല്ല കർമ്മങ്ങൾ ചെയ്യണം. അപ്പോൾ എന്താണ്, നമ്മൾ സ്വർഗത്തിൽ പോകും. താങ്കൾ നല്ല കർമ്മമാണ് ചെയ്യുന്നത്, അതുകൊണ്ട് താങ്കളുടെ നായയും സ്വർഗത്തിൽ പോകും. मुझे जब उनकी ये बातें याद आती थी तो बहुत आश्चर्य होता था. जो लोग एक कुत्ते के लिए इतने संवेदनशील हो सकते हैं, वे अपने पड़ोसी इंसान के प्रति इतने संवेदन शून्य हृदयहीन क्यों हो गए. ഞാൻ ആ സംഭവം ആലോചിക്കുകയാണ്. ഒരു നായ സുഖമില്ലാതെ മരിക്കാറായി കിടന്നപ്പോൾ എന്തൊക്കെയായിരുന്നു ആൾക്കാരുടെ പ്രകടനങ്ങൾ. ഒരു മനുഷ്യൻ ഇവിടെ മരണപ്പെട്ടപ്പോൾ തിരിഞ്ഞു നോക്കാൻ ആരുമില്ല. അപ്പോൾ ഇവരുടെ ഈ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് എന്തുവാണെന്ന് എനിക്ക് മനസ്സിലായില്ല. സിർഫ് ജാതികെ കാരൻ, അപ്പം ജാതിയാണ്, ഏത് ജാതിയിൽപ്പെട്ട ആളാണ്, അത് ഉന്നത കുലജാതൻ്റെ നായയാണെങ്കിൽ കൂടി അതിനൊരു വിലയുണ്ട്. താന്ന ജാതിയിലെ മനുഷ്യനാണെങ്കിൽ നായയുടെ അത്രയും പോലും വിലയില്ല. ക്യാ ഹം കുത്തേ സെ ഭി ഗയെ ഗുസ്രേ ഹൈ, ഇൻസാൻ ഹോക്കർ ഭി ജാൻവറോ സെ തുച്ഛ ഉപേക്ഷിത് ഹൈ. മനുഷ്യരായിട്ട് കൂടി മൃഗങ്ങളെക്കാളും അവഗണന നേരിടുന്ന ഒരു കാറ്റഗറിയാണല്ലോ നമ്മൾ. കിസ്നെ നിർധാരിത് കി ऐसी धारणा, ऐसे दुष्टों को सजा देना है. उनकी कुटिल नीतियों का पर्दाफाश करके उनकी तथाकथित उच्चता श्रेष्ठता को खत्म करना है. उनकी कुटिल नीतियों का पर्दाफाश करना है. पर्दाफाश करना എന്ന് വെച്ചാൽ എല്ലാം തുറന്ന് കാട്ടുക, എല്ലാം മറ മാറ്റി കാട്ടുക. ഇങ്ങനത്തെ ദുഷ്ടരുടെ മനസ്സിരിപ്പെല്ലാം തുറന്നു കാട്ടേണ്ടിയിരിക്കും. ഒരു വശത്ത് നായ ചാവാൻ കിടക്കുമ്പോൾ സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു, മറുവശത്ത് മനുഷ്യൻ മരണപ്പെടുമ്പോൾ ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. जातिभेद वर्णभेद की बातें कोई सामान्य बातें नहीं हैं. इसके पीछे बहुत बड़ा रहस्य है, बहुत बड़ा इतिहास है. यह भारत के मूल निवासियों और यूरेशियों के बीच संघर्ष का परिणाम है. छल कपट के साथ, साम दाम दंड भेद के साथ यहाँ के मूल निवासियों को पराजित करके उन्हें उपेक्षित, शोषित, पीड़ित बनाए रखने का ഇതിഹാസ് ഹെ. ഇന്ത്യയിലെ ഒരു മൂൽ നിവാസി, ഇന്ത്യയിലെ മെയിൻ സിറ്റിസൺസ്, ഇവിടെ പണ്ടേ താമസിച്ചിരുന്നവരെ അടിച്ചമർത്തിയിട്ടാണ് എങ്ങനെ ഛൽ കപട്ട് കെ സാത്ത്, വഞ്ചന കാരണം, പിന്നെ വഞ്ചന കൊണ്ട്, അതുപോലെ സാമദാമദണ്ഡ്, സാമം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ശിക്ഷിച്ചിട്ട് ദണ്ഡ് ചെയ്ത് ആദ്യം പറയുക പിന്നെ ഉപദേശിക്കുക, അല്ലെങ്കിൽ പണിഷ് ചെയ്ത്, ഇങ്ങനെ ഇവിടുത്തെ മൂൽ നിവാസികളെ പരാജയപ്പെടുത്തിയിട്ട് അവരെ ദളിതരായിട്ട് മാറ്റി. അവർ ഇവിടുത്തെ മെയിൻ നേറ്റീവ്സിനെ ഇൻഫീരിയർ ആക്കി കാണിച്ചിട്ട് ആര്യൻസിൻ്റെ വരവ്, വെളിയിൽ നിന്നുള്ള ജാതികൾ വന്ന് ഇവിടെ സവർണരാണെന്നും പറഞ്ഞ് സ്ഥാപിക്കുകയുണ്ടായി. मैं इतना जानती थी हमारे देश के उच्च वर्ण के चालाक लोग जातिभेद मानते हुए इंसानों में भेदभाव करते हैं. जाति के नाम पर स्वयं को श्रेष्ठ कहने वाले जाति व्यवस्था बनाए रखना चाहते हैं. जाति के नाम पर जो स्वयं को श्रेष्ठ समझते हैं, ജാതിയുടെ പേരിൽ ആരൊക്കെ ഉയർന്ന ജാതിക്കാരാണോ അവർക്ക് ഈ ഒരു സിസ്റ്റം കാലാകാലങ്ങളിൽ നിൽക്കണമെന്നാണ് ആഗ്രഹം. वे समाज व्यवस्था में ऊंच नीच की विषमता बनाए रखने के लिए अपने ढंग से कभी प्रत्यक्ष और कभी अप्रत्यक्ष रूप से धर्म और परंपरा के नाम पर लोगों से इन बातों का पालन करवाते हैं.
सामाजिक व्यवहार में मैं इन बातों को देखती थी. लोग ऐसी परंपराओं से अपना लाभ निकालते थे. അപ്പോൾ ഈ ഉയർന്ന ജാതിയിൽപ്പെട്ടവർക്ക് ഇങ്ങനെ കാലാകാലങ്ങളിൽ താഴ്ന്ന ജാതിക്കാർ അവർക്ക് അടിമപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് വളരെ സൗകര്യമാണ്. അതുകൊണ്ട് അവർ ഈ ജാതി വ്യവസ്ഥ എക്കാലവും ഇതേപോലെ അവരുടെ ഒരു മേൽക്കോയ്മ സമൂഹത്തിൽ നിലനിൽക്കണം, അങ്ങനെ ആഗ്രഹിച്ച് അവർ നിരന്തരം ഇതിങ്ങനെ ആശിച്ചുകൊണ്ടേ ഇരിക്കും. प्रकाश हाई स्कूल के शिक्षक भास्कर पांडे ने ज्योतिष विद्या के साथ वास्तुशास्त्र का भी अध्ययन किया था. वे हमसे बहुत आत्मीयता अपनेपन के साथ मिलते थे, हमें बहुत सम्मान देते थे. वे ब्राह्मण नहीं थे, ओबीसी तेली जाति के थे, मगर अपनी ज्योतिष विद्या को चलाने के लिए उन्होंने अपना सरनेम पांडे रख लिया था. ഇനി ഒരാളുടെ എക്സാമ്പിൾ പറയാണ് കേട്ടോ. അത് നമുക്ക് വളരെ ചിരി വരുന്നൊരു കാര്യമാണ്. ഒരു ഭാസ്കർ പാണ്ഡെ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു, ഇവർക്ക് പരിചയമുള്ള. അയാൾ പ്രകാശ് ഹൈസ്കൂളിലെ ഒരു അധ്യാപകനായിരുന്നു. ഓക്കെ, അയാൾക്ക് ജ്യോതിഷ് വിദ്യയും വാസ്തുശാസ്ത്രവും ഒക്കെ അറിയായിരുന്നു, അതിൻ്റെ അറിവൊക്കെ ഉണ്ടായിരുന്നു. അയാൾ ബേസിക്കലി ഒരു OBC ആയിരുന്നു, അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽ പെട്ട ആളായിരുന്നു. പക്ഷേ അയാൾക്കറിയാം ഈ ജ്യോതിശാസ്ത്രവും വാസ്തുശാസ്ത്രവും ഒക്കെ ബ്രാഹ്മിൻസ് പറഞ്ഞാലേ ജനങ്ങൾ വിശ്വസിക്കുള്ളൂ. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്തു, അയാളുടെ സർനെയിം ഒരു പാണ്ഡെ എന്ന ആക്കി മാറ്റി. പാണ്ഡെ കാറ്റഗറി എന്ന് പറയുമ്പോൾ അവർ ബ്രാഹ്മിൻസ് ആണ് ബേസിക്കലി. പാണ്ഡെ എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവും അയാൾ ബ്രാഹ്മണാണെന്ന്. वे कभी अपने पांडे होने के विषय में खूब हंसते हुए अपनी बातें बताते थे. അപ്പോൾ പല പ്രാവശ്യവും അയാൾ ഞങ്ങളുടെ അടുത്ത് അയാളുടെ ഈ ഒരു പാണ്ഡെ സർനെയിമിനെ പറ്റിയുള്ള റിയാലിറ്റി എന്താണെന്നുള്ളത് പറഞ്ഞ് ചിരിക്കുമായിരുന്നു. इसमें मेरा कसूर नहीं है, यह यहाँ की पद्धति का कसूर है. यहाँ के लोग इतने जड़ बुद्धि हैं कि इन्हें किसी भी तरह नहीं समझाया जा सकता. बस पंडित कह दो, आँख मूंद कर उसे महान विद्वान मान लेंगे. അപ്പോൾ ഒരിക്കൽ അയാൾ പറയാണ്, ഞാൻ എന്ത് ചെയ്യാനാണ്, ഞാൻ എൻ്റെ സർനെയിം പാണ്ഡേന്ന് ഇട്ടതിൻ്റെ കാരണം എന്താണ്, ഇവിടുത്തെ ആൾക്കാർക്ക് നമ്മൾ എന്തൊക്കെ അറിവ് പറഞ്ഞു കൊടുത്താലും നമ്മൾ ബ്രാഹ്മണല്ല എന്നറിഞ്ഞാൽ അവർക്കൊരു താല്പര്യവും ഇല്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ പേര് സർനെയിം പാണ്ഡേന്ന് ഇട്ട്. ബസ് പണ്ഡിറ്റ് കെഹദോ ആഖ് മൂന്ത് കർ ലോഗ് ഉസേ വിദ്വാൻ മാൻ ലേങ്കെ. നമ്മൾ പണ്ഡിതാണ്, നമ്മൾ ബ്രാഹ്മണാണെന്ന് പറഞ്ഞാൽ മാത്രം മതി, കണ്ണടച്ചെല്ലാവരും നമ്മൾ പറയുന്നത് വിശ്വസിക്കും. भले ही वह अनपढ़, गंवार, नालायक, ചരിത്രഹീൻ കുച്ച് ഭീ ഹോ. പാണ്ഡെ എന്ന് പേര് ഇട്ടാൽ മാത്രം മതി. നമ്മൾ പിന്നെ അൺപഡ്, ഇല്ലിറ്ററേറ്റ് ആയാലും കുഴപ്പമില്ല, ഒരറിവില്ലാത്ത ഫൂളായാലും കുഴപ്പമില്ല, ഒരു ക്യാരക്ടറും ഇല്ലാത്ത ചരിത്രഹീൻ വ്യക്തിയായാലും കുഴപ്പമില്ല. ബ്രാഹ്മണാണോ എങ്കിൽ നാട്ടുകാർ നമ്മളെ അങ്ങ് വല്ലാതെ വിശ്വസിക്കും. ലോഗ് ഉസ്കെ पैर छूने जाएंगे, हमारे पास कितनी भी विद्वता हो मगर वे हमको छोटा ही समझते हैं. ഷെഡ്യൂൾ കാസ്റ്റായിട്ട് ജനിച്ച് അല്ലെങ്കിൽ ലോ കാസ്റ്റായിട്ട് ജനിച്ച് എത്ര അറിവുള്ള വ്യക്തിയെയും ആരും മാനിക്കത്തില്ല. തബ് ക്യാ കർണ, മൂർഖോं को समझाने के लिए उन्हें और मूर्ख बनाना पड़ता है. വിഡ്ഢികളെ മനസ്സിലാക്കാൻ വേണ്ടി അവരെ കുറച്ചുകൂടെ ഒന്ന് വിഡ്ഢിയാക്കിയാൽ മതി. പാണ്ഡെ നാം സുൻകർ ലോഗ് മേരെ पैरों पर गिरते रहते हैं, मुझे तो हंसी आती है, बहुत मज़ा आता है. എനിക്കന്ന് ചിരി വരും. ഞാൻ ബ്രാഹ്മണാണെന്നും പറഞ്ഞാണ് എല്ലാവരും എൻ്റെ കാൽക്കേ വന്ന് വീഴുന്നത്. അപ്പോൾ ബ്രാഹ്മണാണെന്ന് പറഞ്ഞാൽ എത്ര വിട്ടിത്തരം നമ്മൾ പറയുന്ന വ്യക്തിയായാലും, എത്ര ക്യാരക്ടർലെസ് വ്യക്തിയായാലും, ഒരു അറിവില്ലാത്ത വ്യക്തിയായാലും നമ്മളെ വളരെ മതിപ്പാണ്. ഭാസ്കർ പാണ്ഡെ की बातों में सच्चाई थी. उनके माथे का तिलक, उनका बोलचाल, रहन सहन देख कर सब उन्हें पांडे ही मानते हुए उन्हें ब्राह्मण विद्वान मानते थे. അപ്പം ഭാസ്കർ പാണ്ഡെ യഥാർത്ഥത്തിൽ ചെയ്തത് ശരിയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നും. കാരണം അദ്ദേഹത്തിൻ്റെ നെറ്റിയിലെ കുറിയും തിലക്കും അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിങ് സ്റ്റൈലും ഒക്കെ കണ്ട ആൾക്കാർ ധരിക്കും അയാളൊരു ബ്രാഹ്മൺ പണ്ഡിത്താണെന്ന്. उनकी ये बातें सुनकर मुझे लोगों की मानसिकता पर अफसोस होता था. എനിക്ക് സത്യം പറഞ്ഞാൽ ആൾക്കാരുടെ ഈ ഒരു മാനസികത, ഒരു മെൻ്റൽ ആറ്റിറ്റ്യൂഡ് ഓർത്തിട്ട് ദുഃഖം തോന്നുമായിരുന്നു. കാരണം ആളിനെ അറിവ് കൊണ്ടല്ല അളക്കുന്നത്, ജാതി കൊണ്ടാണ് മനുഷ്യർ അളക്കുന്നത്. साथ ही समाज की ऐसी रूढ़ी परंपराओं पर गुस्सा आता था. यह हमारी समाज व्यवस्था और सामाजिक मानसिकता का सच था. मैं भी सोचती थी ऐसे बुरे लोगों को उन्हीं की नीतियों से लताड़ना चाहिए. ഞാനും പലപ്പോഴും ആലോചിക്കും ഭാസ്കർ പാണ്ഡെ ചെയ്തത് ശരിയാണ്. ഇങ്ങനത്തെ വിഡ്ഢിത്തരം കാണിക്കുന്ന സമൂഹത്തിന് നമ്മൾ അവരെ കുറച്ചുകൂടെ വിഡ്ഢിയാക്കിയിട്ട് വേണം അവരെ
നേർവഴിക്ക് കൊണ്ടുവരാൻ. समाज में सामान्यतः लोगों की यही धारणा रहती है, जाति भगवान ने बनाई है, भगवान के नियमों को मानना ही धर्म है. लोगों की धारण क्या होती है? സമൂഹത്തിൽ പലരും വിചാരിച്ചിരിക്കുന്നത് ഈ ജാതി ഭഗവാനാണ് ഉണ്ടാക്കിയത്, അതുകൊണ്ട് ഭഗവാൻ के नियमों को मानना धर्म है. धार्मिक पौराणिक कथाएं, प्रवचन, उपदेश की बातें सभी के माध्यम से ब्राह्मण वर्ण को श्रेष्ठ बताते हुए कहा जाता है, ब्राह्मण ब्रह्मा के मुख से पैदा हुए हैं. मैं कहती हूँ, वे ब्रह्मा के मुख से पैदा कैसे हुए? यह बात क्यों लोग नहीं सोचते? അപ്പോൾ വേദങ്ങളിൽ പറയുന്നത് ബ്രാഹ്മൺ ബ്രഹ്മയുടെ മുഖ് സെ പേദാ ഹുവേ, വായിൽ നിന്നാണ് വന്നത്, ജനിച്ചത് ബ്രാഹ്മൺ, അതുകൊണ്ട് ബ്രാഹ്മൺ ശ്രേഷ്ഠാണ്. ശൂദ്രൻ കാലിൽ നിന്നാണ് വന്നത്. അപ്പം ലേഖിക ചോദിക്കുകയാണ്, मैं पूछती हूँ ब्रह्मा के मुख से कैसे पैदा हुए? यह बात क्यों लोग नहीं सोचते? ജനങ്ങളിത് റാഷണലായിട്ട് സയൻറ്റിഫിക്കായിട്ട് ചിന്തിക്കാത്തത് എന്താണ്? कभी इस पर तर्क क्यों नहीं करते? कभी शंका कुशंका क्यों नहीं करते? 20वीं सदी के वैज्ञानिक युग में भी इस बात की सच्चाई क्यों कबूल नहीं की गई? क्यों अभी भी ब्राह्मणों को श्रेष्ठ कहा जाता है? 20ാം നൂറ്റാണ്ടായിട്ട് കൂടി സയൻറ്റിഫിക് പുരോഗമനം, സയൻറ്റിഫിക് നോളജ്, എല്ലാ കാര്യവും റാഷണലായിട്ട് തിങ്ക് ചെയ്യുന്ന മനുഷ്യൻ ഈ ഒരു വിഡ്ഢിത്തരം എന്തുകൊണ്ട് ഇപ്പോഴും ചോദ്യം ചെയ്യുന്നില്ല? 21वीं सदी में भी हमें वर्णभेद के आधार पर समाज में अतिशूद्र अछूत मानकर अपमान और तिरस्कार का जीवन जीने के लिए मजबूर किया जाता है. 21ാം നൂറ്റാണ്ടിലും ആ ഒരു ജാതി വ്യവസ്ഥ, അതിൻ്റെ അണ്ടറിൽ നമ്മൾ വളരെ താന്ന ജാതിക്കാർ, അതുകൊണ്ട് എല്ലാവരാലും അടിച്ചമർത്തപ്പെടേണ്ടവർ, എല്ലാവരും ചൂഷണം ചെയ്യേണ്ട ഒരു സംഭവമായിട്ട് മാറിയിരിക്കുകയാണ്. उच्च वर्ण के चालाक लोगों ने लेखन, वाचन और भाषण प्रवचन से इन बातों को समाज में हमेशा व्याप्त रखा है. तब सामान्य सवर्ण और बहुजन वर्ण भेद, जाति भेद की मानसिकता से कैसे मुक्त हो सकेंगे? अछूत अपमान की पीड़ा से कैसे बच सकेंगे? അച്ഛൂത്ത് അല്ലെങ്കിൽ അൺടച്ചബിൾ, ഈ ഒരു ഇൻസൾട്ട് ജീവിതകാലം മുഴുവനും പേറി നടന്ന് ആ ഒരു കോംപ്ലക്സിലാണ് ആ വ്യക്തി ജീവിക്കുന്നത്. इसके लिए संघर्ष, विरोध और विद्रोह चाहिए. तभी जातिवादी मानसिकता को तोड़कर सामंतवादी मानसिकता का निर्माण हो सकेगा. समाज की भेदभाव की नीति के विरुद्ध मेरे मन में ആക്രോശ് ഭർനെ ലഗാ ഥ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഫസ്റ്റ് പാർട്ടിൽ ഞാൻ പറഞ്ഞു ഇതൊരു ദളിത് സാഹിത്യമാണ്. ദളിത് സാഹിത്യം എഴുതപ്പെടുന്നത് തന്നെ അവർക്കൊരു പർട്ടിക്കുലർ ലക്ഷ്യമുണ്ട്. തൻ്റെ സമൂഹത്തിലുള്ളവർ ഇത് വായിക്കുമ്പോൾ തന്നോട് ചെയ്യപ്പെടുന്ന, തന്നോടും തൻ്റെ ജാതിയിൽപ്പെട്ട മറ്റുള്ളവരും അനുഭവിക്കുന്ന ചൂഷണവും അപമാനവും എല്ലാം അവരറിയണം. അതുപോലെ സവർണർക്ക് അതിനൊരു കുറ്റബോധം തോന്നണം. അപ്പോൾ യഹാ ഭി യെ कहते हैं कि समाज की भेदभाव की नीति के विरुद्ध मेरे मन में ആക്രോശ് ഭർനെ ലഗാ ഥ. എൻ്റെ മനസ്സിൽ ഈ ഒരു സാമൂഹിക് വ്യവസ്ഥ, ഈ ഒരു കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ എതിരെ എൻ്റെ മനസ്സ് വല്ലാതങ്ങ് റെവല്യൂഷണറി ആയി ചിന്തിക്കുകയാണ്. उन दिनों मैं अपने जाति समुदाय के उत्थान के विषय में सोचने लगी थी. एक शिक्षिका होने के नाते अपने जाति समुदाय को प्रगति और परिवर्तन की बातें समझाने लगी. लेखन, भाषण और चर्चा, बातचीत के द्वारा अपने लोगों को समझाकर पुरानी परिपाटी को बदलने के लिए मैं अपने ढंग से प्रयत्न करने लगी. അപ്പോൾ ഒരു ആസ് എ ടീച്ചർ ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ എൻ്റെ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ ഞാൻ ആ കാലഘട്ടത്തിൽ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്? എഴുത്തിലൂടെ ആർട്ടിക്കിൾസ് എഴുതുന്നു, ജേർണലിലും ന്യൂസ് പേപ്പറിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ എഴുതി എൻ്റെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നു. അല്ലെങ്കിൽ ഭാഷൺ, സ്പീച്ച് ചെയ്യുന്നു, ചർച്ച, ബാത്ചീത്ത്, ഡിബേറ്റിൽ പങ്കെടുക്കുന്നു. അങ്ങനെ പല എൻ്റെ ഭാഗത്തുനിന്ന് എൻ്റെ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് പലതും ഞാൻ ആ സമയത്ത് എന്നെ കൊണ്ടാവുന്നത് ചെയ്യുന്നുണ്ടായിരുന്നു. चुप रहकर अपमान और संताप सहने के विरुद्ध उन्हें समता सम्मान के साथ जीने की बात कहने लगी. മിണ്ടാതിരുന്ന അപമാനം സഹിച്ച് ജീവിക്കേണ്ടവരല്ല നമ്മൾ എന്ന് ഞാൻ അവരെ ബോധ്യപ്പെടുത്താൻ തുടങ്ങി. उसके बदले हमें क्या चाहिए? സമത और सम्मान, इक्वालिटी, റെസ്പെക്റ്റ്. ഇതോടെയാണ് നമ്മൾ ജീവിക്കേണ്ടത്.
इसके पहले मेरे जीवन में कुछ अलग था। मैं भाषण देने के नाम से बहुत डरती थी। ठाकबोरे जी मुझे प्रोत्साहित करते थे, भाषण लिख कर भी देते थे। मैं भाषण याद करती, मुद्दे याद करती, मगर भाषण के समय माइक के सामने जाते ही सब भूल जाती. അതിന് മുമ്പ് എനിക്ക് സ്റ്റേജ് ഫിയർ ഉണ്ടായിരുന്നു. പബ്ലിക്കിന് മുമ്പിൽ പബ്ലിക് സ്പീക്കിംഗ് ചെയ്യുമ്പോൾ എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം പക്ഷേ ഞാൻ സ്പീച്ചൊക്കെ പ്രിപ്പയർ ചെയ്ത് പോവായിരുന്നു. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ഞാൻ എല്ലാം മറന്നു പോവായിരുന്നു. പക്ഷേ ठाकबोरे जी എന്നെ നിരന്തരം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേ ഇരുന്നു. संबोधन के बाद कुछ याद ही नहीं आता था कि क्या बोलना है. पहली बार मैंने लिखा हुआ भाषण देखकर पढ़ा था. घबराहट में एक पंक्ति को 2-2 बार पढ़ा. तब मुझे बहुत शर्म महसूस हुई थी. फिर भी मैं अपने जाति समुदाय की एकमात्र महिला थी जो अपने लोगों के बीच जाकर मंच से बोलती थी. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ സ്റ്റേജിൽ പോകുമ്പം വിറച്ച് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം മറന്നു പോകുമായിരുന്നു. പിന്നീട് ഞാൻ ഒരിക്കൽ സ്പീച്ച് എഴുതിക്കൊണ്ട് പോയി. അപ്പോഴും ബഹുഗേമമായിരുന്നു. ഒരു സെൻറ്റൻസിന് 2-3 പ്രാവശ്യം ഞാൻ വായിക്കുകയുണ്ടായി. എന്നിരുന്നാലും എൻ്റെ സമുദായത്തിൽ എഴുത്തും വായനയും അറിയുന്ന വളരെ കുറച്ച് സ്ത്രീകളിൽ ഇതുപോലെ സ്പീക്ക് ചെയ്യാൻ പറ്റുന്ന, പബ്ലിക് സ്പീക്കിങ്ങിന് ധൈര്യം കാണിക്കുന്ന വളരെ കുറച്ച് വനിതകളെ ഉള്ളായിരുന്നു. അതിലൊരാളായിരുന്നു ഞാൻ. ठाकबोरे जी 1965 के पहले से सामाजिक कार्यों से जुड़े थे. 1974 में उनके साथ मैं भी सामाजिक कार्यक्रमों में जाने लगी थी. भाषा उद्बोधन, विचार गोष्ठी, चर्चा कार्यक्रम में सबके विचार सुनती थी. धीरे धीरे मुझ में आत्मविश्वास आने लगा. वैचारिक पृष्ठभूमि बनने के बाद मैं आत्मविश्वास के साथ स्वतः प्रेरणा से भाषण उद्बोधन करने लगी. निडरता के साथ मंच से बोलने लगी. अपने विचार व्यक्त करने लगी. समाज के लोगों से मुझे प्रोत्साहन मिलता रहा. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ठाकबोरे जी 1965-1974 ആ സമയത്തൊക്കെ തന്നെ ഇങ്ങനെ പബ്ലിക് സ്പീക്കിങ്ങിന് പോകുമായിരുന്നു. ഞങ്ങളുടെ സമുദായത്തിലെ ആൾക്കാർക്ക് അവരെ പ്രബുദ്ധരാക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുമായിരുന്നു. എന്നെയും അതിലേക്ക് ഇങ്ങനെ അദ്ദേഹം കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഇതൊക്കെ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ എൻ്റെ സമൂഹത്തിൻ്റെ ആൾക്കാർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. എൻ്റെ ഒരു ആത്മവിശ്വാസം സ്വയം ഇങ്ങനെ ഉയരാൻ തുടങ്ങി. समाज के लोगों से मुझे प्रोत्साहन मिलता रहा. मैं अपने विचार बताऊं, भाषण दूं, इसके लिए ठाकबोरे जी, सोहनलाल तांबे जी, ഗോവർദ്ധൻ ഡഗോറിയ ജി കാ ആഗ്രഹ രഹത്താ ഥാ. ഈ 3 ആൾക്കാർ, ഒന്ന് എൻ്റെ ഹസ്ബൻഡ് ठाकबोरे, രണ്ടാമത് സോഹൻലാൽ താംബെ, മൂന്നാമത് ഗോവർദ്ധൻ ഡഗോറിയ. ഇവർ 3 പേരും ലീഡേഴ്സായിരുന്നു. ഏകദേശം ഞങ്ങളുടെ സമൂഹത്തിൻ്റെ ആൾക്കാർക്ക് അവരുടെ ഒരു ബോധവൽക്കരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും എന്നെയും വളരെ സപ്പോർട്ട് ചെയ്ത്, എന്നെയും വളരെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. मैं सामाजिक कार्यों में भाग लूँ, ठाकबोरे जी को इसमें गर्व महसूस होता था. मैं नागपुर के अपने जाति समुदाय में उच्च शिक्षित शिक्षिका थी. सबकी यह अपेक्षा रहती थी मैं सामाजिक जागृति के लिए अपना समय और सहयोग दूं. सामाजिक कार्यक्रमों में अपने जाति समुदाय से मुझे बहुत मान सम्मान मिला. उनके बीच मेरी एक पहचान बनती गई. कभी सामाजिक उद्बोधन के कार्यक्रमों में मैं न जाऊं तो लोग उम्र और रिश्ते के अनुसार पूछ कर परेशान कर देते थे. അപ്പം ഞാൻ ഇങ്ങനെ പബ്ലിക് സ്പീക്കിങ്ങിന് പോയി തുടങ്ങി. ഈ 3 പേര് ആരൊക്കെയാണ്? ठाकबोरे जी, സോഹൻലാൽ താംബെ, ഗോവർദ്ധൻ ഡഗോറിയ. ഇവരെന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഞങ്ങളുടെ സമുദായത്തിൽ സ്റ്റേജിൽ കയറി ഇങ്ങനെ പ്രസംഗിക്കുന്നത് വളരെ കുറച്ച് സ്ത്രീകളായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഏതിലും ചടങ്ങിന് പോയില്ലെങ്കിൽ, എന്നെ കണ്ടില്ലെങ്കിൽ പലരും അന്വേഷിച്ച് മാഡം ക്യോ നഹി ആയി, ബഹു ക്യോ നഹി ആയി, കാക്കി ക്യോ നഹി ആയി എന്നെ പലരും അന്വേഷിക്കുമായിരുന്നു. ठाकबोरे जी कार्यक्रमों में मुझे साथ ले जाते थे. 1979 में नागपुर के बालदारापुरा क्षेत्र में सुदर्शन वाल्मीकि जाति उपजाति समुदाय का कार्यक्रम आयोजित किया गया था. इसमें वाल्मीकि समाज के नेता बूटा सिंह को दिल्ली से नागपुर निमंत्रित किया गया था. कार्यक्रम में मैंने बूटा सिंह जी और समाज के सभी छोटे बड़े नेताओं के सामने अपने विचार रखे थे. बच्चों की शिक्षा का महत्व, समाज की एकता और जाति समुदाय से जुड़े पैतृक रोजगार से छुटकारे की बात जोरदार ढंग से कही थी. അങ്ങനെ ഒരു പ്രാവശ്യം ഇതുപോലെ 1979 ഒരു കാര്യമാണ് നാഗ്പൂരിൽ
ഒരു സദസ്സിൽ ഞാൻ ബച്ചോं की शिक्षा का महत्व, ഞങ്ങളുടെ കുട്ടികൾ എന്തുകൊണ്ട് വിദ്യാഭ്യാസത്തിൽ പിന്നോട്ട് പോകുന്നു, അവരുടെ വിദ്യാഭ്യാസത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, സമാജ് കി ഏകത, സമൂഹത്തിൽ ഐക്യം, ഇക്വാലിറ്റി വരണമെങ്കിൽ എന്ത് ചെയ്യണം, ജാതി സമുദായ സെ ജുഡെ पैतृक रोज़गार से छुटकारे की बात, पैतृक रोज़गार എന്ന് വെച്ചാൽ ഞങ്ങളുടെ കുടുംബപരമായി ഞങ്ങൾക്ക് കിട്ടുന്ന തൊഴിലെന്താണ്, ഈ മലമൂത്ര വിസർജ്യ വസ്തുക്കളൊക്കെ തലയിൽ കൊണ്ട് നടന്ന് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുക, ഇങ്ങനത്തെ തോട്ടിപ്പണി ചെയ്യുക, ഓട ക്ലീൻ ചെയ്യുക. അപ്പോൾ ഈ ഒരു റോസ്ഗാറിൽ നിന്ന്, ഈ ഒരു എംപ്ലോയ്മെൻറ്റിൽ നിന്ന് ഞങ്ങൾക്കൊരു മുക്തി, ഇതിനെപ്പറ്റിയൊക്കെ ഞാൻ വളരെ നല്ലപോലെ പ്രസംഗിച്ചു. तब सुदर्शन वाल्मीकि समाज के नेता और सभी लोग मेरे विचार और भावनाओं से प्रभावित हुए. बूटा सिंह ने मेरी प्रशंसा करते हुए कहा था, सुशीला बहन जैसी हमारी महिलाएं सामने आएंगी तो हमारे समाज की प्रगति ज़रूर होगी. അന്ന് ബൂട്ടാ സിംഗ് എൻ്റെ സ്പീച്ച് കേട്ട് വളരെ ഇൻഫ്ലുവൻസ്ഡായി അദ്ദേഹം പറഞ്ഞതാണ്, സുശീല ബഹൻ പോലുള്ള സ്ത്രീകൾ ഈ സമൂഹത്തിൽ നിന്ന് കൂടുതൽ പേര് മുന്നോട്ട് വന്നാൽ നമ്മുടെ സമൂഹം വളരെ പ്രഗതി നേടും. उनके द्वारा बहन कहे जाने पर मुझे बहुत गौरव का अनुभव हुआ. इसके बाद मैं बहुत आत्मविश्वास के साथ अपनी जिम्मेदारी समझकर समाज प्रबोधन के कार्यक्रमों में जाने लगी थी. अपनी सामर्थ्य और सीमा के अनुसार समाज का मार्गदर्शन करने लगी थी. എൻ്റെ സാമർഥ്യം और എൻ്റെ സീമ, എൻ്റെ കഴിവ്, എൻ്റെ ലിമിറ്റേഷൻ, ഇതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ സമൂഹത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങി. मुझे शुरू से नागपुर के अपने जाति समुदाय का बहुत सम्मान और विश्वास मिला है. कई बार तो उनके श्रद्धा सम्मान की मैं ऋणी होने का अनुभव करती रही हूँ और इसके बदले अपने समाज की जागृति प्रगति में अपना सहयोग हमेशा देते रहने का दृढ़ निश्चय कर अपना कर्तव्य पूरा करती रही. इसके साथ मैं घर और परिवार के प्रति अपनी जिम्मेदारी भी निभाती रही. ഇപ്പം നാഗ്പൂരിലെ എൻ്റെ സമുദായത്തിലെ എൻ്റെ ഗ്രൂപ്പ് ആൾക്കാരെല്ലാം എന്നെ വളരെ റെസ്പെക്റ്റ് ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും എൻ്റെ ഫാമിലി കാര്യങ്ങളും രണ്ടും ഒരേപോലെ ഇങ്ങനെ മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. पिंकी बेटी का जन्म अक्टूबर 1980 में हुआ था. घर का काम और जिम्मेदारियां बढ़ गए थे. बच्चों को संभालने के लिए कुछ महीने चचेरी ननद की बेटी कभी मीना कभी माया हमारे साथ रही थी. उनके न रहने पर गिरधारी लाल सोलंकी जी के घर उनकी मिसेस और बच्चों के भरोसे रोती हुई बेटी को छोड़कर मैं अपने स्कूल की नौकरी पर जाती थी. പിന്നീട് ഇവർ ജോലിക്ക് പോയി തുടങ്ങിയപ്പം മകളൊക്കെ ആയിക്കഴിഞ്ഞ് കുട്ടികളെ ഇട്ടിട്ട് സ്കൂളിൽ പോകേണ്ട ഒരവസ്ഥ, അതിനെപ്പറ്റിയൊക്കെ പറയാണ്. बेटी के साथ कुछ कपड़े और दूध की बोतल रख देती. बच्ची रोती रहती थी. शरद बेटे का एडमिशन गांधी बाग के लिटिल फ्लावर कॉन्वेंट स्कूल में कर दिया था. बेटे की उम्र कम थी. उसे 11 बजे कॉन्वेंट में छोड़ देते. बच्चा कभी रोता कभी सोते रहता. 3 बजे हमारे स्कूल में ले आते थे. पिंकी को कभी सोलंकी जी के घर कभी किसी रिश्तेदार के घर छोड़ते. शाम 5 बजे गुमसुम उदास दोनों बच्चों को लेकर घर आते थे. അപ്പോൾ ഇവർ യൂഷ്വൽ നമ്മുടെ വർക്കിംഗ് ലേഡീസിൻ്റെ പ്രശ്നങ്ങൾ ഇവർക്കും നേരിടേണ്ടി വന്നു. അമ്മമാർ ജോലിക്ക് പോകുമ്പം നാച്ചുറലി വീട്ടിലെ കുട്ടികളെ സ്കൂളിൽ നിന്ന് വരുമ്പം സ്റ്റേ ചെയ്യാൻ സ്ഥലമില്ല, എവിടെ സ്റ്റേ ചെയ്യുന്നുള്ള ബുദ്ധിമുട്ട് അതൊക്കെ ഇവരും അനുഭവിച്ചു. 1981 में हमने मानेवाड़ा रोड के तुकडोजी चौक पर मकान खरीदा. यह कम इनकम वालों के लिए बनाए गए LIG हाउसिंग बोर्ड के एक कमरा एक किचन का ब्लॉक था. ഒരു 1 ബെഡ്റൂം ഒരു കിച്ചൺ, ഒരു 1 ബെഡ്റൂം ഹൗസിംഗ് ബോർഡിൽ ലോ ഇൻകം കാർക്കുള്ള ഒരു ഹൗസിംഗ് ബിൽഡിങ്ങിൽ ഇവർക്കൊരു ഫ്ലാറ്റ് ഇവർ വാങ്ങിച്ചു 1981. यह घर मेरा फंड निकाल कर लगभग 15,000 रुपये में खरीदा था. उस समय हमारे लिए 15,000 रुपये भी बहुत बड़ी रकम थी. पहली बार अपने खरीदे हुए घर में आकर मुझे बहुत खुशी हुई थी. അങ്ങനെ ഒരു വീട് സ്വന്തമാക്കുന്ന ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. കാരണം ഞങ്ങളുടെ കാറ്റഗറിയിലുള്ളവർക്ക് ഇങ്ങനെ ഒരു ഹൗസിംഗ് ബോർഡിലെ ഒരു ബിൽഡിങ്ങിലൊരു ഫ്ലാറ്റ് വാങ്ങിക്കുക എന്ന് വെച്ചാൽ വളരെ इम्पॉसिबल ഒരു കാര്യമായിരുന്നു. 10 से 20 फुट के इस घर में 10 से 10 का एक कमरा था. वही हमारा ड्राइंग रूम था, वही बेडरूम, वही स्टडी रूम था. छोटा सा किचन था. सामने 2 फुट चौड़ी गैलरी थी. गैलरी में खड़े होने पर तुकडोजी चौक से दूर तक नज़ारा दिखता.
स्कूटर गाड़ियाँ सतत प्रवाह के रूप में सड़क पर दिखते। रात में सड़कों पर दूर तक स्ट्रीट लाइट की कतारें दिखती। सड़क के किनारे हरे भरे झाड़ों पर सुबह शाम पक्षी चहचहाते। गैलरी से ही सूर्योदय और सूर्यास्त के समय का सौंदर्य दिखाई देता। तब मैं देर तक बाहर खड़ी रहकर आसमान का सौंदर्य देखती थी। पक्षियों का स्वर मन में उल्लास भर देता था। गर्मी के दिनों में हम अपने ब्लॉक की छत पर सोते। तब मैं सोने के पहले ढेर सारे तारों को देर तक देखती थी। ऐसा सुख पहले नहीं मिला। यहाँ आकर सुकून मिला था। फिर भी थोड़ी खुशी थोड़े सुख के साथ സമസ്യായ് और അശാന്തി സാത്ത് സാത്ത് ഹി രഹത്തെ थे. അപ്പോൾ ഇവരൊരു ഹൗസിംഗ് ബോർഡിലെ ഒരു ലോ ഇൻകംകാർക്കുള്ള ഒരു 1 ബെഡ്റൂം ഫ്ലാറ്റ് ആണെങ്കിലും സ്വന്തമായിട്ട് വാങ്ങിച്ചതിൻ്റെ ഒരു സന്തോഷം ഇവരുടെ ജീവിതത്തിൽ കാണാൻ തുടങ്ങി. ആ ഒരു ബെഡ്റൂമേ ഉള്ളായിരുന്നു, അത് തന്നെ അവരുടെ ഡ്രോയിങ് റൂം, അത് തന്നെ അവരുടെ ബെഡ്റൂം, അത് തന്നെ അവരുടെ ഡൈനിങ് ഹാൾ. എന്നിരുന്നാലും സ്വന്തം വീട്, സ്വന്തം എന്ന് പറയാൻ, കാരണം ഒരുപാട് വാടക വീട്ടിൽ അലഞ്ഞ് സ്വന്തമായിട്ടൊരു വീട് വാങ്ങിച്ച ഒരു സന്തോഷം എൻ്റെ ജീവിതത്തിലും ഉണ്ടായി. അപ്പോൾ ഇതൊരു തുടർക്കഥയാണ്, ഇതൊരു ആത്മകഥയുടെ അംശം മാത്രമാണ് നമ്മളിപ്പോൾ കണ്ടത്. ആത്മകഥ അങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ആത്മകഥ അംശമായത് കാരണം തന്നെ അല്പം നീണ്ടുപോയി. നിങ്ങളിതിൻ്റെ ഒരു ജിസ്റ്റ് മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ. പിന്നെ ഇതിൽ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല. ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു കഥ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ.